ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗോകുമാർ കോയിക്കമടത്തിൽ ജൂലിയേഴ്സ് എപ്പിസോഡിന്റെ 55ാമത് ഭാഗമായ കവിതകൾ 4 എന്ന ഈ ഫോണിൻ പ്രോഗ്രാമിലേക്ക് എവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നും പുതിയ ഒരു രാവിന്റെ അധ്യായങ്ങൾ ജീവിതത്തിന്റെ കണികളിൽ കൂട്ടി ചേർത്തുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രതീക്ഷയുടെയും വരും ദിവസങ്ങളുടെയും എല്ലാ ദിവസവും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇന്നും വ്യത്യസ്തമായിട്ട് എൻ്റെ പഴയ കാലങ്ങളിലെ പുതിയ ഓർമ്മപ്പെടുത്തലുകൾ പോലെ തന്നെ ഇന്നത്തെ ഒരു രാവിന്റെ ഈ സുദിനത്തിൽ എൻ്റെ കവിതകൾ 4ാമത്തെ എപ്പിസോഡ് 4ാമത്തെ കവിതകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ എന്താ പറയാ ഓഡിയൻസിനെ അതേപോലെ ഫാൻസിന് ഒക്കെ സപ്പോർട്ടുകൾ ലഭിക്കുകയും ചെയ്ത ഒരു ലൈവ് പ്രോഗ്രാമിൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു വേദികളിൽ അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള ബിസിനസ്സുകളുമായിട്ടും അല്ലെങ്കിൽ പല ജോലികളുമായിട്ടും ഒക്കെ നമ്മൾ ബന്ധപ്പെടാനും പോകാറുണ്ട്. അവിടെയൊക്കെ എനിക്കുള്ള ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ സപ്പോർട്ട്, ഒരു ഓഡിയൻസ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കവിതകളാണ്. ആ കവിതകളിലെ ഒരു കവിത ഞാൻ ഇപ്പോൾ ഈ ഗോകുമാർ കൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഫേസ്ബുക്കിന്റെ ലൈവ് പ്രോഗ്രാമിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുകയാണ്. നിങ്ങൾ ഇതിന്റെ ഈ കവിതകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതിന്റെ ഒരു റിപ്പീറ്റേഷൻ അത് ലൈക്കുകളായും കമന്റുകളായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ വലിയ സപ്പോർട്ടുകളായിട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഈ കവിത ഇവിടെ ആലപിക്കുകയാണ് നിങ്ങൾക്കായി. കരിമുകിൽ കിളി എന്ന് പറയുന്ന ഇതിന് പേര് നൽകിയിരിക്കുന്ന എൻ്റെ കവിത ഇത് ഇവിടെങ്ങുമല്ല, നമ്മുടെ ഒരുപാട് ഞാനിപ്പം കൊല്ലം കരുനാഗപ്പള്ളിയിലാണുള്ളത്. എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം 2 കോഴിക്കോട് തിരുവമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രദേശത്തുള്ള ഒരു കക്കാടംപൊയി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. അവിടുത്തെ അന്തരീക്ഷങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയങ്ങളിൽ വന്ന് ചേക്കേറിയ അല്ലെങ്കിൽ കൂടിയ ഒരു സാവല്യം ആവിഷ്കാരമാണ് ഈ കരിമുകിൽ കിളി എന്ന് പറയുന്ന ഈ കവിത അല്ലെങ്കിൽ പാട്ട്. ഇതിന്റെ വേറെ രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ അനുഭവത്തിലുമാണ് ഞാൻ അന്ന് ഇതിനെ ആലപിച്ചത്, പാടിയത്. അതിന് ഞാൻ പരിപുഷ്ടിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കവിത അല്ലെങ്കിൽ ഈ ഗാനം ഞാനിവിടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. മലയോലക്കിളി പാടി ഇന്നീ മനസ്സിൻ കരയിൽ ഈ പ്രകൃതിയാം പോവിൽ അണിയും മലനിര പോലും സൂര്യ പ്രഭയാളേ അണിഞ്ഞൊരുങ്ങി അരണകിരണമണികൾ ഇന്നീരാവിൻ കരയിൽ ഒരു മണിമുകിലവൾ അണിയുന്നീ വിരഹാദ്രമാം സ്വപ്നദേവിക അന്നെൻ മനസ്സിൽ പതിഞ്ഞു. ഈ പ്രഭാത സനുതീരത്ത് ഇന്നീ വിരഹിതയാമീ പള്ളിത്തേരിൽ അണിഞ്ഞൊരുങ്ങി കരിമുകിലിൻ നാദം ഈ മലനിരയേറി ഈ പള്ളിത്തേരിൽ കരുമുകിലവളൊരു
കഥ പറഞ്ഞു ഇന്നീ തീരഭൂമിയിൽ ഇന്നീ തീരഭൂമിയിൽ ഈ കുടിലിൻ ചാരത്ത് ഈ കുടിലിൻ ചാരത്ത് മലയോലക്കിളി പാടി എന്നീ മനസ്സിൻ കരയിൽ ഈ പ്രകൃതിരമണിയാ ഭൂമിയിൽ അണിയും മലനിര പോലും സൂര്യ പ്രഭയാലേ സൂര്യ പ്രഭയാലേ. ഇതും എൻ്റെ എന്താ പറയാ കവിതകളുടെ സാഫല്യമാണ്, ആവിഷ്കാരമാണ്. ഇതിന്റെ അനുപല്ലവിയും പല്ലവികളും ഒക്കെ ഇനി വേറെ ഇതിന്റെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇതും ഗാനങ്ങളാക്കണം, അല്ലെ ഗാനങ്ങളിൽ കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ്. അതിന് എന്നെ കൊണ്ട് ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലീസുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സപ്പോർട്ടും സഹായങ്ങളും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതും ഒരു സിനിമ പാട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഗീതമായിട്ടോ ഒക്കെ വരും കാലങ്ങളിൽ വൈറലായി അതിന്റെ എന്താ പറയാ അതിന്റെ പ്രചോദനവും ഉന്മേഷവും ഒക്കെ എന്നെ പോലെയുള്ള കവികൾക്ക് ഉണ്ടാകട്ടെ. അതേപോലെ നിങ്ങളുടെ ഓഡീസും നിങ്ങളുടെ മനോശാന്തിയും നിങ്ങളുടെ സന്തോഷങ്ങൾക്കും അതൊരു വലിയൊരു ഒരു ജീവിതത്തിന്റെ ഒരു അവസ്ഥയിൽ അല്ലെ ഒരു ഭാഗത്തിൽ അതും എന്നെക്കുറിച്ചും എൻ്റെ കവിതകളെ കുറിച്ചുമുള്ള ഓർമ്മകളിൽ എന്തെങ്കിലും രീതിയിലൊക്കെ കണ്ട് ബന്ധപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ വളർച്ചയുടെയോ അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെയോ ഒക്കെ ജീവിത ഭാഗങ്ങളിൽ കണക്കൂട്ടുമ്പോഴോ ഒരു ഓർമ്മ പൂക്കളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർമ്മ ചിന്തകളായിട്ടോ വന്നെത്തുന്ന സമയത്തെങ്കിലും എന്നെക്കുറിച്ചും അതേപോലെ എൻ്റെ ഗോപകൃഷ്ണ ചാനലിനെ കുറിച്ചും നിങ്ങൾക്ക് ഓർക്കുവാനും അതിൻ്റെ ചാരുതയിൽ നമ്മുടെ ഹൃദയ സ്വപ്നങ്ങൾ, നമ്മുടെ വളർച്ചകളിലെ, നമ്മുടെ ഭാഗങ്ങളിലെ അതേപോലെ ഒരുപാട് നാട്ടിലെ ഓരോ സങ്കല്പങ്ങൾ, ഓരോ ജീവിത രീതികൾ അല്ലെങ്കിൽ ഓരോ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങൾ, അത് എന്താ പറയുക ഓരോ റിലിക്സ് അല്ലെ ഒരു രീതി എന്തായാലും പറയാ എന്തായാലും പറഞ്ഞ് നമ്മുടെ ചിന്തകളിൽ പോയി എങ്കിലും നമ്മുടെ വരികൾ നമ്മൾ പറയുന്ന മനോചിന്തകൾ നമ്മുടെ അത് അവരോട് പറയാനുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയെ പറയാറുണ്ട്. എന്തായാലും കുഴഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് വേറെ ഒന്നും സ്വപ്ന സാഫല്യമായിട്ട് പറയാനില്ല. എന്നാലും ഇതേപോലുള്ള കവിതകൾ മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ടും പാട്ടുകൾക്ക് വേണ്ടിയിട്ടും വരും. അതേപോലെ വേറെ വെറൈറ്റി പ്രോഗ്രാമുകൾക്ക് കൊണ്ടുവരാൻ ഷൂട്ടിങ്ങും മറ്റു പലതും മൊബൈലിലും അതേപോലെ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനും ചെയ്യാൻ പറ്റാറില്ല. എങ്കിലും ചെറിയ രീതിയിൽ വളർന്നു വരുമ്പോൾ വലിയ നല്ല നല്ല പെർഫോമൻസുകൾ, വലിയ ഒക്കെയുള്ള രീതിയിലുള്ള ഓഡിയൻസ് സപ്പോർട്ടുകളോട് ഓഡിയൻസും ഒക്കെയുള്ള നാടുകളിൽ അല്ലെങ്കിൽ മറ്റു പ്രതീക്ഷകളുള്ള നാടുകളിൽ അല്ലെങ്കിൽ സപ്പോർട്ടുകളായിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രാമുകൾ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് വീക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷ, ഒരു ശുഭപ്രതീക്ഷകൾ മാത്രമേ ഇനിയുമുള്ള രാവുകളിൽ ഇനിയുമുള്ള കാലങ്ങളിൽ എനിക്ക് പ്രതീക്ഷയുള്ളൂ. അതേപോലെ എന്നും നമ്മൾ ഉരുവിടുന്ന മന്ത്രങ്ങൾ പോലെ തന്നെ നമ്മുടെ പ്രതീക്ഷകളുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞേക്കാം അല്ലെ പൂട്ടേക്കാം. ഇപ്പോൾ എന്തായാലും എൻ്റെ ഒരു പുതിയ കവിതകളിലൂടെ ഉള്ള ചിന്തയിലാണ്. പക്ഷെ അതിൻ്റെ ആവിഷ്കാരം ഇതുവരെ ആയിട്ടില്ല. എങ്കിലും അതിൻ്റെ തുടക്കം മാത്രമാണ്. എങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ഒരു 2 വരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാം. അതിൻ്റെ പ്രതീക്ഷയിൽ തന്നെയാണ് ഓഡിയൻസ് ഉള്ളത്. കാരണം ഹൃദയങ്ങൾ ഇട്ടുകഴിഞ്ഞ രാഗങ്ങളൊക്കെ തന്നെ രാഗങ്ങൾ പാടുന്നില്ല എന്നുള്ള ഒരു പ്രത്യേക കമൻറ്റുകളാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ തന്നെയും നമ്മുടെ പ്രതീക്ഷയിൽ തന്നെ പ്രതീക്ഷയുള്ള ഒരു ഭാഗമായ 2 വരി ഇനിയും നമ്മുടെ എന്താ പറയുക ഒരു സ്വപ്നമായ രീതിയിൽ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് ആലപിക്കേണ്ടി വരുന്നു. എങ്കിലും എഴുതി തീരാത്ത ഗാനങ്ങളിൽപ്പെട്ട ഗാനങ്ങളാണ് എൻ്റെ അത്. എങ്കിലും 2 വരിയെങ്കിലും നമുക്ക് ഈ വേദിയിൽ ഇന്നലെ പാടാൻ പറ്റിയില്ല, ഇന്ന് പാടണം എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. എങ്കിലും അതിന്റെ റിലിക്സുകളായിട്ടേ ഉള്ളൂ, അത് വരികളാക്കിയിട്ടില്ല, തീർത്തും കംപ്ലീറ്റ് ആയിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഈ സുദിനത്തിൽ ഇന്നത്തെ രാമഴയാണ് രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ എങ്കിലും ഹൃദയ സന്തോഷം പോലെ കിട്ടിയ നമ്മുടെ അത്ഭുതമായ ഹൃദയങ്ങൾ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ എന്ന് പറയുന്ന ദ്രോഹമായാലും ദ്രോഹമല്ലാത്ത രീതിയിൽ നല്ല സ്വപ്ന ചിന്തകളും പ്രതീക്ഷകളുമുള്ള ഒരു സ്റ്റോൺ, അതിലേക്ക് മറ്റുള്ളവരുടെ ആർട്ടിഫിഷ്യൽ കടന്നു കൂടിയിട്ടുള്ള ഒരു GLS, അതാണ് അതിൻ്റെ ഒരു അമൃതം പോലെ, ഒരു മഴ പോലെ, ഒരു സ്നേഹം പോലെ, ഒരു പാരിജാതം പോലെ, അല്ലെങ്കിൽ ഒരു സൗന്ദര്യമായ ഒരു സുദിനത്തിൽ ഒരു
ഒരു രാവിന്റെ കുളിർമാറി എന്നിലോടുകൂടി എത്തിയ ഒരു കവിത ആവിഷ്കാരങ്ങൾ പോലെ തന്നെ അതിൻ്റെ ഒരു സ്വപ്ന രീതികൾ മറ്റുള്ള വർണ്ണങ്ങളെ പോലെ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ വർണ്ണനകളാലും എൻ്റെ സ്വപ്ന രീതിയാലും ഈ ഒരു ഗാനം കൂടി ഒരു രണ്ടുപേരി ഈ കവിതകൾ ഞാനിവിടെ ആലോചിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രോഗ്രാം താൽക്കാലികമായിട്ട് നിങ്ങളുടെ ഇന്നത്തെ സംവാദങ്ങൾ ഇവിടെ പറയുകയാണ്. പദപത്മജയാലവളിനി പിരിയും മലർമാങ്കണത്തിൻ തണലിൽ തനിത്തേരിനി ഹൃദയം നീട്ടി അവളുടെ നിശാന്തമാ മണിമാറിൽ പത്മാനുരാഗങ്ങൾ ആദി മിഴിനീർ വാർത്തു ഇന്നീ സരസൂരം വിരിയും സ്വപ്നങ്ങൾ പുൽകും കുടിലിൻ മണിമുകിലെന്നവളണിഞ്ഞിരുന്നു മണിമുകിൽ ഇന്നവൾ അണിഞ്ഞിരുന്നു ഇന്നീ തോരും മിഴിനീർനാണം അലിഞ്ഞു ചേർന്നൊരു സരസോരം പൂസി നിന്നൊരു പൂന്തിയെങ്കിലവൾ ഊയലിട്ടു ഈരാവിൽ ഊയലിട്ടു ഈരാവിൽ ഊയലിട്ടു ഈരാവിൽ ഇന്നീ നിലാവിൻ്റെ തെളിയും മന്ദ സ്വപ്നങ്ങൾ പൂശുമീരാഗം വന്നു പേരൊരു പേമാരി ഇന്നീ മനസ്സിൻ തീരത്ത് ഉരുകി മനവിൻ നറിയാതെ ഈ കണ്ണീർ കണം പോലും ഈ കണ്ണീർ കണം ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെയാണ്. ഇതിപ്പോ ചിന്തിക്കുന്നുണ്ട്, ഇത് വാച്ച് ചെയ്യുന്ന മറ്റൊരു എനിക്ക് എന്റെ ഹൃദയത്തോട് പറയാനോ എന്താന്ന് ഞാനിപ്പോ ഇനി ഇത് കുട്ടിപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ കാലത്ത് ഞാൻ ഇത്രയെങ്കിലും ഇങ്ങനെ പാടുമെന്നുള്ളൊരു പ്രതീക്ഷ, ഇങ്ങനെങ്കിലും പാടിയല്ലോ എന്നുള്ള പ്രതീക്ഷകളെ ഈ പാട്ടുകളെ കുറിച്ച് ഉൾക്കൊണ്ടുകൊണ്ടുള്ള എന്റെ വരികൾ ആ ഒരു സ്വപ്ന എന്താ പറയുക ഒരു ചിന്ത, ഒരു സ്വപ്ന ചിന്തകനാണ്. എന്തായാലും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഓഡിയൻസിനെ പോലെ. അതേപോലെ തൽക്കാലമായിട്ട് എനിക്ക് മറ്റ് ഇതും നമ്മുടെ ജീവിത മാർഗങ്ങളിൽ കൊണ്ടെത്തിക്കേണ്ട ചാരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇതിനെ കുറിച്ചൊന്നും അട്രാക്ട് ചെയ്യാത്തത്. പിന്നെ അടുത്ത വരും കാലങ്ങളിൽ എനിക്ക് എന്റെ ജീവിതകാര്യങ്ങൾ കുറിച്ചുണ്ട്. കാരണം അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ നമ്മുടെ ജീവിതത്തിന്റെ മാർഗം കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ ബാക്കിയുള്ളത് പോലെ എല്ലാം ഉണ്ടെങ്കിലും മറ്റുള്ള രീതിയിൽ നമുക്കുള്ള ഒരു പ്രചോദനമായിട്ട് നമ്മുടെ വരും വളർച്ച, നമ്മുടെ ജീവിതം നമുക്ക് നോക്കേണ്ട ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ചെന്നെത്തേണ്ടി വരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളുടെ ടൈമും അതേപോലെ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള ടൈമുകൾ വ്യത്യസ്തമായിട്ടും കഴിഞ്ഞു പോയിരിക്കുന്ന ഡ്യൂട്ടി കാര്യങ്ങളാണ്. കാരണം നമ്മുടെ ജോബ് ഓരോ കാര്യങ്ങൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് കുറേ കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു പ്രചോദനങ്ങൾ ഉണ്ടാവും. എന്നാലേ നമ്മുടെ വരുമാനം കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ടാവും. എങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കും, പക്ഷെ അത് നമ്മളിലേക്ക് എത്തിപ്പെടുന്നില്ല. അവിടെ നമ്മളെ ദ്രോഹങ്ങളാണ്. അത് വളർന്നു വരുന്ന മറ്റുള്ള ബ്ലോഗേഴ്സിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു കണക്കൂട്ടുള്ള ഒരു ഈഗോ, ഒരു ടാലന്റിന് വേണ്ടി ആയിരിക്കാം. എന്തായാലും നോക്കാം. നമ്മുടെ ഒരു പ്രതീക്ഷ വെച്ച് നമുക്കും ഒരു ടാലന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിലും ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോടെ അടുത്ത എപ്പിസോഡുകളിലെങ്കിലും നമ്മുടെ പ്രതീക്ഷയുടെ രാവുകൾ, സ്വപ്നങ്ങൾ, പുഞ്ചിരികൾ, സ്നേഹ ഊഷ്മ, എന്താ പറയാ, ഒരു സ്വപ്ന തരംഗം പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾ പോലെ തന്നെ, നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ പോലെ തന്നെ ഒരു വഴിത്തിരിവ്, പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷകൾ മാത്രമേ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഒക്കെ സംവാദിക്കുന്നുള്ളൂ. ബൈ ബൈ.